സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഭയങ്കര സന്തോഷത്തോടെ വരുന്നു. വളരെ വളരെ സന്തോഷം. 10 കൊല്ലത്തെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് വരുമ്പോൾ അതിന്റേതായ സന്തോഷം ഉണ്ടാവില്ലേ? തീർച്ചയായും. പാറക്കല് മന്ത്രിസഭയിൽ ആദ്യ ടൈമിൽ തന്നെ ഉണ്ടാകുമെന്ന് UDF പ്രവർത്തകർ കരുതിയിരുന്നു, ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു. അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുക. UDF പ്രവർത്തകർ എത്ര കരുതിയാലും തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ്, പാണക്കാട് തങ്ങളാണ്. അപ്പോൾ തങ്ങളുടെ തീരുമാനത്തിനനുസരിച്ചാണ് മുസ്ലിം ലീഗിന്റെ MLA-മാരൊക്കെ എല്ലാ പ്രതീക്ഷയും വെക്കുന്നത്. എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ പാറക്കലിന്റെ പേര് അങ്ങനെ സജീവമായി ഉറപ്പിച്ചു എന്ന് കരുതിയവരുടെ പട്ടികയിലുണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ പാർട്ടിയാണ് എല്ലാറ്റിന്റെയും മേലെ. പാർട്ടിയുടെ തീരുമാനം എന്താണോ അതനുസരിക്കുക അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പാണക്കാട് തങ്ങൾ പറയുന്നത് എന്താണോ അത് പൂർണ്ണമായും അനുസരിക്കും. പ്രവർത്തകർ ചെറിയ അവരുടെ സ്നേഹപ്രകടനം കാണിച്ചതായിരിക്കും. പ്രകടനവും മറ്റും പല സ്ഥലത്തും കണ്ടു. ഇതൊന്നും ഞാനിവിടെ തിരുവനന്തപുരത്താണുള്ളത്. ആ പ്രവർത്തകരുടെ വികാരമൊന്നും ഞാൻ വേറെ കണ്ടിട്ടില്ല. മുസ്ലിം ലീഗ് പാർട്ടി എടുക്കുന്ന തീരുമാനം എല്ലാ പ്രവർത്തകരും അച്ചടക്കത്തോടെ അനുസരിക്കുന്ന ചരിത്രം ഇന്നുവരെ ഉണ്ടായിട്ടുള്ളൂ. അതിക്കാര്യത്തിൽ 2.5 വർഷത്തിന് ശേഷം മന്ത്രിപദവിയിലേക്ക് വരും എന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു തങ്ങൾ. അത് ഞാൻ പറഞ്ഞല്ലോ, തങ്ങളുടെ പ്രഖ്യാപനം എന്താണോ അത് ഞാൻ അനുസരിക്കും തീർച്ചയായും.